കപൂർ കമ്മിറ്റി ഇതാണ് നമ്മളെ സിലബസിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള. കപൂർ കമ്മിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. ഫോർമർ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ജഗദീഷ് കപൂർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 6 member കമ്മിറ്റി എന്ത് ചെയ്ത് വിളിച്ചു കൂട്ടും. അതിനു വേണ്ടി എക്സാമിൻ ദി കവറേജ് പാരാമീറ്റേഴ്സ് ഓഫ് പ്രൊപ്പോസ്ഡ് നാഷണൽ ഡാറ്റാബേസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള നാഷണൽ ഡാറ്റാബേസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡാറ്റാബേസ് ആയിട്ടുള്ള മാപ്പിംഗ്, സെൻട്രൽ ഡാറ്റാബേസ് ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഡാറ്റാബേസ് ആയിട്ടുള്ള മാപ്പിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ഉൾപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കവറേജ് പാരാമീറ്റേഴ്സ് ഓഫ് പ്രൊപ്പോസ്ഡ് നാഷണൽ ഡാറ്റാബേസ് അത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി എന്ത് നിയോഗിച്ചത്. ഈ പ്രൊപ്പോസ്ഡ് മാപ്പിംഗ് സ്കീമിൽ ഇൻവെസ്റ്റർ വിത്ത് ട്രാൻസാക്ഷൻ ₹1 lakh കൂടുതൽ പ്ലസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ട്രാൻസാക്ഷൻസ് നൽകേണ്ടതുണ്ട്. ഓൾ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് another related to obtain unique ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു എല്ലാ മാർക്കറ്റ് ഇന്റർമീഡിയറീസും എന്ത് ചെയ്യണം, മാപ്പിംഗ് സ്കീമിൽ വരേണ്ടതുണ്ട്. ആ മാപ്പിംഗ് സ്കീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇവരെന്ത് ചെയ്തത്. എന്തിനാണ് ഈ മാപ്പിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ ഐഡിയ ഓഫ് സെബി ടു ഡിറ്റക്ട് മാർക്കറ്റ് മാനിപ്പുലേഷൻ, ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ബിനാമി ട്രാൻസാക്ഷൻസും ഇൻസൈഡർ ട്രേഡിങ്ങും മാർക്കറ്റ് മാനിപ്പുലേഷനും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഈ നടപടിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുള്ളത്. The recent trends in cooperative movement with special reference to Kerala. അടുത്തതായിട്ട് നമ്മുടെ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള. കേരളത്തിലെ എന്തൊക്കെ റീസെന്റ് ട്രെൻഡ്സ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യകാലത്ത് ട്രാവൻകൂറും കൊച്ചി മലബാർ എന്നുള്ള രണ്ട് നാട്ടുരാജ്യങ്ങളിൽ ഒന്നിച്ചുള്ള കൊച്ചി മലബാറും ട്രാവൻകൂറും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ട്രാവൻകൂറും കൊച്ചി മലബാറും ചേർന്നുകൊണ്ട് 1986 എന്ത് ചെയ്തു, കേരള സ്റ്റേറ്റ് ഫോം ചെയ്തു. അതിന് മുമ്പായിട്ട് തന്നെ അവിടെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടുള്ള ആക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തിരുവിതാംകൂർ പരസ്പര സഹായ സംഘ റെഗുലേഷൻ 1940 ആയിരുന്നു തിരുവിതാംകൂറിലെ ട്രാവൻകൂറിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കൊച്ചിയിലാണെങ്കിൽ കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആയിരുന്നു. 1913 തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഉണ്ടായിരുന്നു. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ലെജിസ്ലേഷൻ ഉണ്ടാക്കാനുള്ള റൈറ്റ് ലഭിച്ചത് എന്നുള്ള മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ ഭരണപരിഷ്കാരമായിട്ടുള്ള 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലൂടെയാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഭരണപരിഷ്കാരത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റി, കോപ്പറേറ്റീവ്സിന് വേണ്ടി പ്രത്യേക ലെജിസ്ലേഷൻ പാസ്സാക്കാൻ നമ്മുടെ നിയമസഭയ്ക്കൊക്കെ അധികാരം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ പാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അത് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 classes, 2 classes ആയിട്ട് തിരിക്കാം. ഒന്ന് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, 2 നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് വായ്പാ സഹകരണ സംഘങ്ങൾ, മറ്റൊന്ന് എന്താണ്, വായ്പേതരായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മൾ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ പറ്റിയും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു, ചില റാഫിസാനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ റാഫിസാനൊക്കെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് മൂവ്മെന്റ് ആണ് ജർമ്മനിയിലൊക്കെ ഉള്ള. ഇന്ത്യയിൽ തന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ പറ്റി നമ്മൾ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതേസമയം നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്താന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് സൊസൈറ്റി ആയിരിക്കാം, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിങ് സൊസൈറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താവാ മിൽക്ക് സൊസൈറ്റീസ് ആയിരിക്കാം, ഫിഷറീസ്, കയർ, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം സൊസൈറ്റീസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, ലേബർ കോൺട്രാക്ട്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ്, വുമൺ കോപ്പറേറ്റീവ്, പ്രിന്റിംഗ് പ്രസ് എന്ന് തുടങ്ങി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ, കോപ്പറേറ്റീവ്സിന്റെ പബ്ലിക്കേഷൻസ്, പബ്ലിഷിംഗ് ആയിരിക്കാം, ടെക്സ്റ്റൈൽസ് ആയിരിക്കാം, അങ്ങനെ തുടങ്ങി വീവേഴ്സ് കോപ്പറേറ്റീവ്, ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്, സെറികൾച്ചർ കോപ്പറേറ്റീവ്സ് ആയിരിക്കാം, കർഷക സഹകരണ സംഘമായിരിക്കും, റബ്ബർ കോപ്പറേറ്റീവ്സ് ആയിരിക്കാം, കാഷ്യൂ കോപ്പറേറ്റീവ്സ് ആയിരിക്കാം, SC/ST കോപ്പറേറ്റീവ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷൻ ആയിരിക്കാം. അങ്ങനെ തുടങ്ങി ക്രെഡിറ്റ് ക്രെഡിറ്റ് അല്ലാത്ത എല്ലാ കോപ്പറേറ്റീവ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻ ടൈറ്റിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. അപ്പോൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് വീണ്ടും അഗൈൻ ക്ലാസിഫൈഡ് ആസ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും, അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റീസ്, മറ്റൊന്ന് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, അഗ്രികൾച്ചറിന് മാത്രമല്ല എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, അഗ്രികൾച്ചറിന് മാത്രമായിട്ടുള്ള വല്ലാത്ത എല്ലാ സേവനങ്ങൾക്കും ചെയ്യുന്ന എല്ലാതരം സേവനങ്ങളും ചെയ്യുന്ന നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. അത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, അർബൻ ബാങ്കുകളാവാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി രൂപീകരിച്ചല്ലാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റി. അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് രണ്ടായിട്ട് തിരിക്കാം. കേരളത്തിലെ കോപ്പറേറ്റീവ്സിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. Those institutions, short term and medium term agriculture credit deal ചെയ്യുന്ന സൊസൈറ്റീസ്. Those institutions dispensing long term credit, agriculture credit, long term agriculture credit provide ചെയ്യുന്ന മറ്റൊരു തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്നത് 3-tier സിസ്റ്റമാണ്. അത് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് വില്ലേജ് ലെവൽ, ഗ്രാമപ്രദേശങ്ങളിൽ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും, അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഉൾക്കൊള്ളുന്ന ഒരു 3-tier സിസ്റ്റത്തിൽ വരുന്ന ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അഗ്രികൾച്ചർ സ്ട്രക്ചർ. ദെൻ ലോങ് ടേം അഗ്രികൾച്ചർ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2-tier സിസ്റ്റം മാത്രമുള്ളതാണ്. അവിടെ 2 സൊസൈറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അറ്റ് താലൂക്ക് ലെവലും, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അറ്റ് സ്റ്റേറ്റ് ലെവലും താലൂക്ക് ലെവലിലും 2 തരം ബാങ്കുകൾ മാത്രം വരുന്ന സ്ട്രക്ചറിനെയാണ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നും മറ്റൊന്ന് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നാണ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഇൻറ്റു സച്ച് ആസ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും. ദെൻ ഇതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ഫർദർ ബി ക്ലാസിഫൈഡ് ഇൻറ്റു
two categories, namely short-term and medium-term agriculture credit provided in institutions എന്നും long-term credit structure വരുന്ന institutions എന്നും. Then ഈ long-term എന്നുള്ളത് two-tier സിസ്റ്റത്തിൽ വരുന്നതാണ്. ഷോർട്ട്-ടേം ആൻഡ് മീഡിയം-ടേം എന്ന് പറയുന്നത് three-tier സിസ്റ്റത്തിൽ വരുന്നതാണ്. Three-tier സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് വില്ലേജ് ലെവൽ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഇങ്ങനെ 3 തരത്തിലുണ്ടാവും. 3 തരം വരുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആണ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ്. എന്നാൽ ലോങ് ടേം ക്രെഡിറ്റിന്റെ സ്ട്രക്ചർ പറയുന്നത് two-tier സിസ്റ്റമാണ്. അവിടെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും താലൂക്ക് ലെവലിൽ, ദെൻ ഡിസ്ട്രിക്ട് ഇല്ല, അവിടെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അറ്റ് സ്റ്റേറ്റ് ലെവലിൽ ഒരു ബാങ്കും. ഈ 2 ബാങ്ക് മാത്രമുള്ള സിസ്റ്റമാണ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരം ബാങ്കുകളായിരിക്കും. അതേസമയം ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അറ്റ് വില്ലേജ് ലെവൽ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് സ്റ്റേറ്റ് ലെവലുമാണ്. ദെൻ എന്തൊക്കെയാണ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്? നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും. അത് കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾ, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അത് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ബാങ്ക് എംപ്ലോയീസ് ആയിരിക്കാം, അങ്ങനെ തുടങ്ങി ഓരോ സെപ്പറേറ്റ് എംപ്ലോയീസിൽ ചേർന്നിട്ട് രൂപം കൊടുക്കുന്ന ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി. അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള. ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസിംഗ് ഫെസിലിറ്റീസ്, അതിനു വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്യുക, ഹൗസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സേവനം ചെയ്യുന്ന സൊസൈറ്റീസ് ആണ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒരു ആമുഖമായിട്ട് പറയാം. ഹൗസിംഗ് സൊസൈറ്റീസ് ചിലപ്പോൾ ഹൗസ് കൺസ്ട്രക്ഷൻ നടത്തുന്ന സൊസൈറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഹൗസിംഗ് ലോണുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റീസ് ആയിരിക്കാം. ഹൗസിംഗിൻ്റെ ഹൗസിംഗിന് ആവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റീസ് ആയിരിക്കാം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്, നാഷണൽ ലെവൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്, അതേപോലെ സ്റ്റേറ്റ് ലെവൽ ഹൗസിംഗ് ഫെഡറേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കീഴിൽ വരുന്ന സൊസൈറ്റീസ് ആണ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഹൗസിംഗ് സൊസൈറ്റീസ് ഇതൊക്കെയാണ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൽ വരുന്നത്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നിട്ട് മറ്റൊരു കാറ്റഗറി ഉണ്ട്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രൈമറി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്രോസസ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആയിരിക്കാം. മിൽക്ക് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആയിരിക്കാം, കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആയിരിക്കാം, ഫിഷറീസ് സൊസൈറ്റീസ്, കയർ കോപ്പറേറ്റീവ്സ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ്ലൂം, കാഷ്യൂ വർക്കേഴ്സ്, അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ടെക്സ്റ്റൈൽ കോപ്പറേറ്റീവ്സ്, ടൈലിൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന കോപ്പറേറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത കോപ്പറേറ്റീവ്സ് ആണ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം,
പ്രോസസ്സിംഗ് ആയിരിക്കാം, അതോടൊപ്പം തന്നെ പ്രൊക്യൂർമെന്റ് ഉണ്ടായിരിക്കാം. ഫോർ നമ്മൾ പറഞ്ഞ 3Ps 1M എന്നുള്ള എല്ലാം വരുന്ന സൊസൈറ്റീസ് ആയിരിക്കും ഇവയൊക്കെ. പ്രൈമറി സൊസൈറ്റീസ്, മിൽക്ക് സൊസൈറ്റീസ്, ഫിഷറീസ് സൊസൈറ്റീസ്, കയർ സൊസൈറ്റീസ്, കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഖാദ്യം വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ്സ്, ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്, പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് ഓർഗനൈസ്ഡ് ബൈ സ്റ്റുഡൻസ്, എംപ്ലോയീസ്, പബ്ലിക്. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റിൻ്റെ ആയിരിക്കാം, എംപ്ലോയീസിൻ്റെ ആയിരിക്കാം, പബ്ലിക്കിൻ്റെ കൺസ്യൂമർ സ്റ്റോർസ് ആയിരിക്കാം. ഡിസ്ട്രിക്ട് ലെവലിൽ ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ടാവുക. യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർസ്. കൺസ്യൂമർ ഫെഡ് ഉണ്ട്, അറ്റ് സ്റ്റേറ്റ് ലെവൽ കൺസ്യൂമർ ഫെഡ് ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് ഫെഡറേഷൻസ് ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ. അതിൽ ഒന്ന് മാത്രമാണ് കൺസ്യൂമർ ഫെഡ് എക്സാമ്പിൾ പറഞ്ഞത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ് ലെവലിലുള്ള ബാങ്കാണ്, അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അത് അപെക്സ് ലെവലിലുള്ള ബാങ്കാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ഫെഡറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് SC/ST ഫെഡറേഷൻ ഉണ്ട്, SC/ST ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സിന്റെ ഫെഡറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്, കൺസ്യൂമർ ഫെഡ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോപ്പറേറ്റീവ്സ് സൊസൈറ്റി ഉണ്ട്, കോപ്പറേറ്റീവ് കയർമാൻ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്, റബ്കോ ഉണ്ട്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള കർഷക സഹകരണ ഫെഡറേഷൻ ഉണ്ട്, വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഉണ്ട്, സെരികൾച്ചർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഉണ്ട്, ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ, കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഫിഷറീസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫെഡറേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ മാർക്കറ്റ് ഫെഡ് എന്ന് പറഞ്ഞൊരു ഫെഡറേഷൻ ഉണ്ട്. ഇതൊക്കെയും വരുന്നത് ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് ഇതൊക്കെ വരുന്നത്. ഇനി ഏതൊക്കെ മറ്റ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ് ഉണ്ട്, വുമൺ കോപ്പറേറ്റീവ്സ് ഉണ്ട്, കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കോപ്പറേറ്റീവ്സ് കേരളത്തിലുണ്ട്. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എക്സാമ്പിളാണ് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്, ULCCS. മോട്ടോർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട്, അത് ഇൻലാൻഡ് വാട്ടർ മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ആലപ്പുഴ അങ്ങനെ തുടങ്ങി എറണാകുളമൊക്കെ ഉള്ള കായലുകളൊക്കെ ഉള്ള പ്രദേശങ്ങളൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് അവിടെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ്, നമുക്ക് നാട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും നമുക്ക് കോപ്പറേറ്റീവ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ്സ്, വ്യത്യസ്ത സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, സ്കൂൾ കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ കോപ്പറേറ്റീവ്സ് ആയിട്ട് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വുമൺ കോപ്പറേറ്റീവ്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രത്യേക കോപ്പറേറ്റീവ്സ് ഉണ്ട്. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ഉണ്ട് കോപ്പറേറ്റീവ്സിൻ്റെ. ഇതൊക്കെയും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഷോർട്ട് ടേം 3 ടയർ, 2 ടയർ സിസ്റ്റം, ലോങ് ടേം നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, അർബൻ ബാങ്ക്സ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഹൗസിംഗ് സൊസൈറ്റീസ്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, പ്രൈമറി മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, മിൽക്ക് സൊസൈറ്റീസ്, ഫിഷറീസ്, കയർ കോപ്പറേറ്റീവ്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ്, സ്റ്റുഡൻറ്റ്, എംപ്ലോയീസ്, പബ്ലിക്, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ, യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ, കൺസ്യൂമർ ഫെഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ ഒക്കെ ഒരു എക്സാമ്പിളാണ്. പിന്നെ മാർക്കറ്റ് ഫെഡ് അങ്ങനെ തുടങ്ങി ഫെഡറേഷൻ ഒരുപാടുണ്ട്, എക്സാമ്പിൾ മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ദെൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്, എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ്സ് ഉണ്ട്, വുമൺ കോപ്പറേറ്റീവ് ഉണ്ട്, കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ്സ് ആണ്. നമ്മൾ പറയാത്ത ഡിസ്കസ് ചെയ്യാത്ത കോപ്പറേറ്റീവ്സ് ഇല്ല.
എല്ലാ കോപ്പറേറ്റീവ്സിൻ്റെ അപെക്സ് കോപ്പറേറ്റീവ്സൊക്കെ ഓരോ കോപ്പറേറ്റീവ്സിൻ്റെ അപെക്സിനെ കുറിച്ച് നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അവയുടെ മാനേജ്മെൻറ്റ്, അവയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യും.